അതുകൊണ്ട് ആ സിമ്പിളാണ്. അതാണ് നമ്മുടെ ഇളയ തലപതി വിജയണ്ണൻ. ദൈവം തന്നെയാണ്. എന്റെ കാല് കണ്ട് ഇത് കണ്ട് എന്നെ വിളിച്ച് എനിക്ക് നല്ല ഭക്ഷണം തന്നു. റൂം റെസ്റ്റ് എടുക്കാൻ തന്നു. ഏറ്റവും വലിയ റൂമിലാണ്. ഇതൊന്നും വേൾഡിൽ ആർക്ക് കിട്ടിയെന്ന് അറിയില്ല. ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. സ്വപ്നമാണ്. കാർ വന്നു, വണ്ടി വന്നു, പ്രൊഡ്യൂസർ ജയ്സാറിന്റെ പടത്തിന്റെ പ്രൊഡ്യൂസർ വന്നു, തമ്പിക്ക് വരുമ്പോൾ സാറ് വരുമ്പോൾ സുഹൃത്തുക്കളെ വന്ന് സാറിന്റെ പ്രൊഡ്യൂസർ ഇത്ര വരും പ്രൊഡ്യൂസർ തന്നെ കൊണ്ടുപോയി അവിടെ പോയി ഇങ്ങനെ ഷൂട്ടിങ് കുറച്ച് ദൂരം ഉണ്ട്. അവിടെ പോയി ലൊക്കേഷൻ നോക്കുമ്പോൾ അവിടെ നിന്ന് 2 ഫാൻസായിട്ട് വരുന്നു. ഇങ്ങനെ തൊഴിൽ കൈ വെച്ച് കൊണ്ടുവരുന്ന തമ്പി ആളുകളെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നു. നമ്മുടെ ഒരു കൂട്ടുകാരൻ, രക്തബന്ധം, അടുത്തുള്ള ഒരാൾ, അത്രയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടാ. അതാണ് സിമ്പിൾ. അതാണ് നമ്മുടെ ഇളയ തലപതി വിജയണ്ണൻ. ലോകത്തുള്ള കുഞ്ഞു കുട്ടികൾ വരെ വയസ്സായ അവര് വരെ ഇളയ തലപതി വിജയണ്ണൻ പറയുന്നത് അതാണ് സിമ്പിള്. അദ്ദേഹം അവിടെ ചെന്നപ്പോ തന്നിട്ടുള്ള കണ്ടിരുന്നു, ഒരുപാട് വീഡിയോകളിലൂടെ കണ്ടിരുന്നു. എന്താ ആപ്പിളെന്താ കഴിക്കാത്ത? അത് വീട്ടിൽ പോയിട്ട് എല്ലാവരും കൂടെ, വീട്ടിലെ അമ്മയും അച്ഛനും കൂടെ അവര് തന്നെ നമ്മളെത്രയും എല്ലാവരും സപ്പോർട്ട് ചെയ്തു. വിജയേട്ടൻ, ലോക മൻസൂർ, അങ്ങനെ നിരവധി, പാലക്കാട് ചാമ്പിച്ച്, അങ്ങനെ നിരവധി ആളുകൾ. ലൈഫിൽ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇതാണോ ഏറ്റവും വലിയ ഗിഫ്റ്റ്? ഇപ്പൊ ഇത് തന്നെയാണല്ലേ, ആപ്പിള് തന്നെയാണ്. ഇത് പിന്നെ ഇപ്പൊ ബാലചേട്ടൻ ഇന്നലെ വിളിച്ചിട്ട് എന്റെ രാത്രി 12 മണിക്ക് ബാലചേട്ടൻ വന്നു. കാരണം പറഞ്ഞു ബാലചേട്ടൻ തന്നു വാച്ച് തന്നിരിക്കുകയാണ്. അമ്മ എന്ത് പറഞ്ഞു? അമ്മ അവർക്ക് സന്തോഷമാണ്. അവിടെ ചെന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ടായിരുന്നില്ല? വിളിക്കാറുണ്ട്. അപ്പോ ഒരു സിനിമയിലേക്ക് എന്തെങ്കിലും ചാൻസും കാര്യങ്ങളും? ഞാൻ പറഞ്ഞു വിജയ് സാറിനെ കൊണ്ട് പറഞ്ഞത് ഡയലോഗൊന്നും വേണ്ട, ക്രൗഡിൽ നിന്നാണ്. വിജയ് സാർ പ്രൊഡ്യൂസറെ ഡയറക്ടറെ കൊണ്ട് പറയാൻ പറഞ്ഞു. പ്രൊഡ്യൂസറെ കൊണ്ട് പറഞ്ഞിട്ട് വിജയ് സാറിനെ കൊണ്ട് നന്നായി പറഞ്ഞിട്ടുണ്ട്. എന്നെ കണ്ട് എന്റെ കാലുകൾ കണ്ടപ്പോ കണ്ണ് കലങ്ങി, നെഞ്ചു പൊടിഞ്ഞു. ഇല്ല, നമ്മൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കരുത്. എന്തായാലും അതൊന്നും വേണ്ട. നമുക്കൊരു കാണാനുള്ള ആഗ്രഹം, അതെന്തായാലും വിജയ് സാറ് നടത്തിയത്. ഓക്കെ, എന്തെങ്കിലും ഓക്കെ. ഫാൻസ് എല്ലാം അനിയന്മാരാണ്. ഫാൻസ് എല്ലാം അനിയ. ഹായ് 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 ഹായ്. കണ്ട് കണ്ടു കണ്ടു കണ്ടു. കണ്ടില്ലേ? ഭക്ഷണം ഒരു അനിയനെ പോലെ രക്തബന്ധം പോലും ചെയ്യാത്ത സിനിമയിൽ എങ്ങനെ കാണാം അതേപോലെ പച്ചയായ മനുഷ്യനാണ് നമ്മുടെ വിജയ് സാർ. അതാണ് സിമ്പിള്. ആ ഉമ്മറത്തിരിക്കുമ്പോ നമ്മളൊരു കൂട്ടുകാരനെ പോലെ, നമ്മുടെ അനിയനെ പോലെ, ഒരു രക്തബന്ധം പോലെ എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെയാണ്. കേരളവും തമിഴ്നാടും ഏട്ടന്മാരും അനിയന്മാരും ചേച്ചിമാരും അച്ഛനമ്മമാരും അവര് പണിയെടുത്ത ആ വേർപ്പിലെ കാശില് എന്റെ ഈ ആരോഗ്യം ഇപ്പൊ നിൽക്കണ എനർജി കേരളവും തമിഴ്നാടും കട്ടയ്ക്ക് അവര് വാങ്ങി തന്ന ഭക്ഷണത്തിന്റെ എനർജി ഇത് വേണ്ടിൽ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അത് ആ നനച്ച വണ്ടി 650 മേലെയാണ്. ഭാവി നാളെ ഒരു സിനിമ കിട്ടിയിട്ട് വലിയൊരു പടം അതിപ്പോ വേറെ ആരുടെ കൊണ്ട് പറയണ്ട പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീട് നോക്കണം, സിനിമയിൽ എവിടെയെങ്കിലും വിജയ് സാറിനോട് അഭിനയിക്കുന്ന ഞാൻ പറഞ്ഞു. വിജയ് സാർ ഇങ്ങനെ അഭിനയിക്കണം, കാര്യം നോക്കിയിട്ട് കട്ടിലക്കടങ്ങി വെച്ച് ഇറക്കം കൊണ്ട് പറയാൻ പ്രൊഡ്യൂസർ മീഡിയ തിരിക്കൂ. ഞങ്ങളിത് കണ്ടോട്ടെ.
അത് എന്തായാലും നല്ല പടങ്ങൾ എന്തായാലും നമ്മുടെ ആഗ്രഹം ഇതായില്ല. എന്തെങ്കിലും ഇതായാൽ മുതലെടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരും. അത് സൂക്ഷിക്കുക. അതിൽ നല്ല നന്മ നിറഞ്ഞ ചങ്ക് പോലെ കട്ടയ്ക്ക് നല്ല നന്മ നിറഞ്ഞ ആളുകളുണ്ട്. അതും കൂടെ മനസ്സിലാക്കുക. അത് ആലോചിച്ച് ചെയ്യുക. അതെല്ലാവരും ഞാൻ പറയണം മക്കളെ. ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് ഞാനിപ്പോ എടുത്ത് പറയാം. അതുകൊണ്ട് ആ സിമ്പിളാണ്. അതാണ് നമ്മുടെ ഇളയ തലപതി വിജയണ്ണൻ. ദൈവം തന്നെയാണ്. എന്റെ കാല് കണ്ട് ഇത് കണ്ട് എന്നെ വിളിച്ച് എനിക്ക് നല്ല ഭക്ഷണം തന്നു. റൂം റെസ്റ്റ് എടുക്കാൻ തന്നു. ഏറ്റവും വലിയ റൂമിലാണ്. ഇതൊന്നും വേൾഡിൽ ആർക്ക് കിട്ടിയെന്ന് അറിയില്ല. കണ്ണ് കലങ്ങി. അടുത്ത എനിക്ക് സിനിമയിൽ എനിക്കിപ്പോ ഒരു പുതിയൊരു പടം വന്നിട്ടുണ്ട്. വിജയ് സാറിനെ കൊണ്ട് പടത്തിൽ അഭിനയിക്കണം പറഞ്ഞു. അപ്പോ കാര്യം മുടിയും താടിയൊക്കെ പറഞ്ഞപ്പോ വിജയ് സാർ ഡയറക്ടറിനെ കൊണ്ട് സംസാരിക്കാൻ പറഞ്ഞു. പ്രൊഡ്യൂസറിനെ കൊണ്ടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേറെ ഒരു പടം കിട്ടിയിട്ട് നാളെ ഞാൻ പഴനിയിലൊക്കെ പോയി കാലൊക്കെ കാണിച്ച് 2 ദിവസം റെസ്റ്റ് ഒക്കെ വലിയൊരു നടന് പടം കിട്ടിയിട്ട് നാളെ അങ്ങോട്ട് പോകും. ഇനിയിപ്പോ ഒരാഗ്രഹമുള്ള വീട് നോക്കണം, സിനിമ അഭിനയിക്കണം. ബിഗ് ബോസിൽ ആഗ്രഹമുണ്ട്. അത് ഈ 4ാം ക്ലാസ് വരെ കിട്ടുമെന്ന് അറിയില്ല. അപ്പോ ഒരു കാര്യം കൂടെ എനിക്ക് പറയണ്ടേ. ചോറ് നലിക്കുന്ന ഓലപ്പേരിലിരുന്ന് സങ്കടപ്പെട്ട് ചുമരും ചാരി ഇരുന്ന് കണ്ണ് കലങ്ങണ്ട. എന്തെങ്കിലും പ്രശ്നം 4ാം ക്ലാസ് വരെ ആലോചിക്കുക. ചോറ് നലിക്കുന്ന ഓലപ്പേരിൽ ചിലപ്പോ ഭക്ഷണം കഴിക്കണത് ഉപ്പിലിട്ട മാങ്ങയായിരിക്കാം, മുളകോടി ചാലിച്ചായിരിക്കും. താജ് ഹോട്ടലിരുന്ന് ഭക്ഷണം കഴിക്കണം ആലോചിക്കണം. പിന്നെ നമ്മൾ ആരെങ്കിലും വൈറലാകുകയാണെങ്കിൽ മുതലെടുക്കാനായി പല ആൾക്കാരും പേര് സൂക്ഷിക്കുക. അത് ചങ്ക് പോലെ രക്തബന്ധം പോലെ നല്ല ആളുകളുണ്ടാവും. അതും കൂടെ സൂക്ഷിക്കുക. അപ്പൊ അതൊക്കെ ആലോചിക്കുക. എന്തായാലും നമുക്ക് നരച്ച വണ്ടി കിട്ടി. എന്തെങ്കിലും പ്രശ്നം വന്നാ കരയുക. കരഞ്ഞു തീർത്ത് ദൈവത്തിന്റെ മനസ്സുരുക്കി വിളിച്ച അവിടെ എത്തിപ്പെടും. അതിന്റെ ഒരു സൂചനയാണ്. പിന്നെ എന്നെ ചീത്ത പറഞ്ഞവരും കളിയാക്കിയവരും അവരിനെ കൊണ്ടൊക്കെ നന്ദിയെ പറയാനുള്ളൂ. ഒരുപാട് സന്തോഷം. വിജയണ്ണന് പാർട്ടിക്കാരും ഫാൻസും മലയാളികളും എല്ലാവരും നമ്മളെ ലോകം മൊത്തം ഉള്ളവരും എല്ലാവരും സപ്പോർട്ട് ചെയ്തു സഹായിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആപ്പിള് വിജയ് സാർ തന്നാണ്. കടല് തന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയണ്ട്. മാനാടിന് പറഞ്ഞ പോലെ നീ തമ്പി വീട് നല്ല പാതുകാപ്പ പോയിട്ട് പോ. അങ്ങനെ കേരളം ഇറങ്ങി ഫോട്ടോ കൊടുത്തിട്ട് തമ്പിക്ക് ആവശ്യമുള്ള കൊടുക്ക്, ഭക്ഷണമൊക്കെ കൊടുക്കുക. നാളെ പോയാൽ മതി പറഞ്ഞ് ജ്യൂസും ഭക്ഷണവും തന്നെ വണ്ടിയിൽ പോയിട്ട് പോലും ഓടി പ്രൊഡക്ഷൻ അനിയന്മാര് വന്ന് ഭക്ഷണം തന്നു. അതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ലോകമെമ്പാടും നമ്മൾ ഇഷ്ടപ്പെടുന്ന മലയാളികളെല്ലാവരും വിജയണ്ണൻ. അതാണ് വിജയണ്ണൻ. അല്ലെങ്കിൽ ഇത്രയും വലിയൊരാൾക്ക് എങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഇതാണ്.